ഹൗസ് ഓഫ് ഡേവിഡ് എന്ന വെബ് സീരീസിൽ സൗൾ രാജാവിൻ്റെ ഇളയ മകൻ ഇഷ്ബാൽ ജൂദാഗോത്രത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയെ വയലേറ്റ് ചെയ്യാണ്. ആ കേസ് റോയൽ കോർട്ടിലെത്താണ്. അന്ന് രാത്രി ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടേബിളിൽ സംസാരമുണ്ടായി. സൗൾ രാജാവ് മകനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നെ അമ്മയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അമ്മ ഇഷ്ബാലിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, കുഞ്ഞുനാളിൽ നിനക്ക് ആടുകളെ മേയ്ക്കുന്ന കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് പോകും. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ആകാശത്ത് നീല നിറമുള്ള പ്രത്യേകതയുള്ളൊരു മേഘം കണ്ടു. അപ്പോൾ നീ പറഞ്ഞു, അമ്മ എനിക്കതിൽ നീന്തണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടുപേരും ആ പുൽമേട്ടിലൂടെ കൈകളൊക്കെ വിരിച്ച് പിടിച്ച് ചാടി ഓടി നടന്ന ഓർമ്മയുണ്ടോ? അപ്പോൾ നീ ഉയരത്തി ചാടി താഴെ വീണ് നിൻ്റെ മുട്ട് പൊട്ടി ചോര വന്നു. അപ്പം ഞാൻ ആ മുറിവിൽ മുത്തം തന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ശരിയാവും. പിന്നെയും കുറച്ച് നേരം നമ്മൾ ആകാശത്ത് നോക്കി ആകാശത്തുള്ള പല ഷേപ്പുകളൊക്കെ കണ്ടിങ്ങനെ കിടന്നു. ആ സമയത്ത് നീ എന്നോട് പറഞ്ഞു, അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അന്ന് രാത്രി ഞാൻ നിൻ്റെ മുറിവുകളിങ്ങനെ വൃത്തിയാക്കാണ്. നീ വേദന കൊണ്ട് കരഞ്ഞു. ഇപ്പം എന്തിനാ വൃത്തിയാക്കുന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. പക്ഷെ എന്നിട്ട് നീ കരഞ്ഞു. എന്നിട്ട് നീ പറഞ്ഞു, ഐ ഹേറ്റ് യു. അന്ന് ഞാനും കുറേ കരഞ്ഞു. അപ്പോൾ ഇഷ്ബാൽ പറയും, അന്ന് ഞാൻ കുഞ്ഞായിരുന്നില്ലേ അമ്മേ, ഐ ആം സോറി. അപ്പം അമ്മ പറയും, ഐ ആം സോറി, കാരണം നിൻ്റെ മറ്റൊരു മുറിവിനെ ഞാൻ വൃത്തിയാക്കാൻ പോവാണ്. പിറ്റേ ദിവസം റോയൽ കോർട്ട് വിധിയുണ്ടാവാണ്. ഇഷ്ബാലിൻ്റെ നാട് കടത്തുന്നു. മറ്റൊരു മുറിവിനെ അമ്മ വൃത്തിയാക്കിയതാണ്. ഇത് ഗോസ്പൽ ഈശോ പറയുന്നു, ഫലം നൽകുന്ന ശാഖകൾ കൂടുതൽ ഫലം നൽകാൻ വേണ്ടി കൃഷിക്കാരനെ എൻ്റെ അപ്പൻ വെട്ടിയൊരുക്കും. കൂടുതൽ ഫലം നൽകാനാണ് ഓരോ വെട്ടിയൊരുക്കലും. നമ്മുടെ കാരണം കൊണ്ടോ അല്ലാതെയോ നമുക്ക് മുറിവുകളുണ്ടാവും. പക്ഷെ ഓർക്കണം, ദൈവം അത് വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയാക്കുമ്പോൾ നമുക്ക് വേദനയുണ്ടാവും, നമ്മൾ കരയും, എന്നിട്ട് പറയും ഐ ഹേറ്റ് യു എന്ന്. പക്ഷെ വൃത്തിയാക്കലും പ്രൂണിങ്ങും നമ്മുടെ ഹെൽത്തിന് അനിവാര്യമാണ്.